പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ബീഹാർ മോഡലിൽ കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊരു ആശങ്കയുണ്ടായിരുന്നല്ലോ. എല്ലാ ഇലക്ഷൻ കമ്മീഷനും അത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. കാരണം ഇനിയിപ്പോൾ 2004 അവസാനിച്ച നമ്മുടെ വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു 20-21 വർഷത്തിന് ശേഷം വീണ്ടും നടക്കാൻ പോകുന്നു. അപ്പോൾ ആളുകൾക്കെല്ലാം വലിയ ആശങ്കയായി. രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറഞ്ഞു നടക്കുന്ന പരിപാടിയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ആകെയുള്ള 2 മാസത്തിനിടയിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എങ്ങനെ നിങ്ങൾ പൂർത്തിയാക്കും? അത് അപ്രായോഗികമെന്ന നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു. പ്രത്യേകിച്ച് LDF-ഉം UDF-ഉം. BJP മാത്രം അതിനെ പിന്തുണച്ചു, അതറിയാലോ. അപ്പോൾ സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്ന ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആവശ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് നിർണായകമാണ്. തീരുമാനം ഉടനുണ്ടായേക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പരിഗണിച്ചാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് രത്തൻ ഖേൽക്കർ അറിയിച്ചത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഗുഡ് മോർണിംഗ് റോഷി. വിവിധ പാർട്ടികൾ, പ്രത്യേകിച്ച് LDF-ഉം UDF-ഉം ഒറ്റക്കെട്ടായിട്ടാണ് പറഞ്ഞത്. അവർ ഒരുമിച്ച് നിന്ന് പറഞ്ഞു ഇനിയൊരു പ്രമേയം വരാൻ പോകുന്നു നിയമസഭയിൽ. ആ പ്രമേയം തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് അതപ്പോൾ അപ്രായോഗികമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും. അതിനു മുമ്പ് തന്നെ രത്തൻ ഖേൽക്കർ രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സറിഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇനി ഈ ഇലക്ടറൽ ഓഫീസറുടെ കത്തിനെ മറികടന്നുകൊണ്ടൊരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ടോ? റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ മാസം അവസാനത്തോടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയക്രമം പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തു. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ ഇങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് അത് അപ്രായോഗികമാണെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ചിരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ചുമതലയും ഏറ്റെടുക്കേണ്ടി വരിക. അപ്പോൾ അത് അധിക ബാധ്യതയാകും എന്ന ഒരു വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. ഇനി ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഏതായാലും രാജ്യത്തൊട്ടുക്കും ഒരേ സമയത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതിനിടയിൽ ഇന്ന് രാവിലെ 12 മണിയോടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളും സംസ്ഥാനത്ത് നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണവും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ അത് തമ്മിൽ അതിനെ ബാധിക്കുമോ എന്നത് പരിശോധിക്കാനുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ഏറ്റവും നിർണായകം കൂടിയാണ്. കാരണം ഇന്നത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു വിശദമായ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാനുള്ള സാധ്യതയുണ്ട്. കാരണം എപ്പോഴായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ സമയക്രമം, അതിന് എത്ര ഉദ്യോഗസ്ഥന്മാർ ആവശ്യമായിരിക്കും, എപ്പോഴാണ് വോട്ടെടുപ്പ് അവസാനിക്കുക, ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുക എന്നടക്കമുള്ള വിശദമായ കാര്യങ്ങളായിരിക്കും ചോദിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച ശേഷം രത്തൻ ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ആ കത്ത്, ആ റിപ്പോർട്ട് ഏറ്റവും പ്രധാനമായിരിക്കും. ഏതായാലും ഈ സംസ്ഥാനത്തുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് LDF-ഉം UDF-ഉം ഒരുപോലെ എതിർക്കുന്നുണ്ട്. 29-ന് സഭാ സമ്മേളനം ചേരുമ്പോൾ ആദ്യ ദിവസം തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയുള്ള പ്രമേയം, സംയുക്ത പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ബീഹാർ മാതൃകയിലാണ് സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ പോകുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP മാത്രമാണ് അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കില്ല സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുക. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ റോഷിയാണ് നമുക്കൊപ്പം ചേർന്നത്. റോഷി പറയുന്ന അനുസരിച്ച് അത്ര എളുപ്പം ഇലക്ഷൻ കമ്മീഷൻ ആ തീരുമാനം എടുക്കാൻ ഇനി കഴിയില്ല. കാരണം ഇലക്ടറൽ ഓഫീസർ തന്നെ, രത്തൻ ഖേൽക്കർ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കത്തയച്ചിട്ടുണ്ട്. ഇത് നടക്കുന്ന പരിപാടിയല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കണം. ഇത് സെപ്റ്റംബർ മാസം 23 ഇനി ഒക്ടോബർ, ഒറ്റ മാസം കൊണ്ട് എന്ന് തീവ്ര വോട്ടർ പരിഷ്കരണം നടപ്പാക്കാൻ പറ്റും? ഒരുപാട് മനുഷ്യരുടെ പേരുകൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മാത്രമല്ല, വിദേശത്തുള്ളവരുടെയൊക്കെ പേരുകൾ സ്വാഭാവികമായും അതിൽ നിന്ന് റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പോരെ എന്നുള്ളതാണ് എല്ലാ പാർട്ടികളും പറയുന്നത്, BJP ഒഴികെ. കാത്തിരിക്കാം എന്താണ് ഇലക്ഷൻ കമ്മീഷൻ